മാളിക മുകളേറിയ മഞ്ഞന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്ന് പറഞ്ഞ പോലെ ഈ ടാറ്റയുടെ കാര്യം. കഴിഞ്ഞ കുറെ നാളായിട്ട് ഇന്ത്യൻ EV മാർക്കറ്റിൽ അബ്സല്യൂട്ട് മോണോപ്പൊളി ആയിരുന്നു ടാറ്റയ്ക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ജാനുവരി 2023 400 രൂപ വിലയുണ്ടായിരുന്ന ഒരു ഷെയർ 2024 ഓഗസ്റ്റ് ആയപ്പോഴത്തേക്കും 1000 രൂപയിലെത്തി. മാർക്കറ്റ് ഇവരുടെ കയ്യിലായിരുന്നു. ഒരു പോയിന്റിൽ 75% വരെയായിരുന്നു ടാറ്റയ്ക്ക് മാർക്കറ്റ് ഷെയർ ഉണ്ടായിരുന്നത് ഓഗസ്റ്റ് 2024 വരെ. കാരണം ഓഗസ്റ്റ് 2024 ആയപ്പോഴത്തേക്കും ടാറ്റയ്ക്ക് തന്നെ നല്ല ഓവർ കോൺഫിഡൻസ് ആയി. മറ്റേ കണൻസ്രാങ്ങിന്റെ കാര്യം പറഞ്ഞ പോലെ ടാറ്റയ്ക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇത്ര ഹിറ്റായി ഇവരുടെ കാറുകൾ എന്നുള്ളത്. അങ്ങനെ ഈ ഓവർ കോൺഫിഡൻസിന്റെ ബേസിൽ അവർ ടാറ്റ കർവ് ലോഞ്ച് ചെയ്തു. ടാറ്റ കർവ് നാച്ചുറലി ഓവർ പ്രൈസ്ഡ് ആയിരുന്നു. 17 ലക്ഷം മുതൽ 22 ലക്ഷം വരെ ആയിരുന്നു അതിന്റെ പ്രൈസ് ഉണ്ടായിരുന്നത്. പക്ഷെ അതിന് ടാറ്റയ്ക്ക് പ്രശ്നമായിരുന്നില്ല, കാരണം മാർക്കറ്റ് കയ്യിൽ കിടക്കുകയല്ലേ. സെപ്റ്റംബർ 11, 2024 എം ജി വിൻസർ ലോഞ്ച് ചെയ്തു. അതോടുകൂടി കളി കംപ്ലീറ്റ് മാറി. ടാറ്റയുടെ മൊണോപ്പൊളി ആയിട്ടുള്ള ആ പഞ്ച് നെക്സോൺ സെഗ്മെന്റിലേക്കാണ് വിൻസർ എൻ്റർ ചെയ്തത്. ടാറ്റയുടെ മാർക്കറ്റ് ക്യാപ്പ് ഓൾമോസ്റ്റ് 60% കുറഞ്ഞു വന്നു. 2 മാസം കഴിഞ്ഞ് നവംബർ 2024 ആയപ്പോഴത്തേക്കും അടുത്ത 2 പണി വന്നു. മഹീന്ദ്രയുടെ XEV 9യും BE6. ഇത് ശരിക്കും ടാറ്റയുടെ മൊമെന്റ് ആയിരുന്നു. കാരണം അതുവരെ ഒരു ജെന്റിൽമെൻസ് അഗ്രിമെന്റ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ടാറ്റയും മഹീന്ദ്ര തമ്മിൽ ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ ചെറിയൊരു എന്താ പറയുക ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ ഇതില് മഹീന്ദ്ര ത്രൂ എവറിത്തിങ് ആൻഡ് ദ കിച്ചൺ സിങ്ക് അറ്റ് എന്ന് പറയില്ലേ, എല്ലാ സകല ഫീച്ചേഴ്സും 285 BHP പവറും അങ്ങനെ എല്ലാം കൂടെ ആയിട്ട് ഗംഭീര 2 EV കാറുകളാണ് മഹീന്ദ്ര ലോഞ്ച് ചെയ്തത്. ഇത് ശരിക്കും ടാറ്റയ്ക്ക് ഞെട്ടലുണ്ടാക്കി. കാരണം പ്രഭാകരനിൽ നിന്ന് ടാറ്റ ഇങ്ങനൊരു ചതി പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഇനി ഞാൻ ഗസ് ചെയ്യാൻ എനിക്ക് അറിയില്ല, ഒരുപക്ഷെ ടാറ്റ വാശിപ്പുറത്ത് തിരിച്ച് ഡ്രോയിങ് ബോർഡിലേക്ക് പോയിട്ടുണ്ടാവും. പ്രശസ്ത കാഷ്യൂ എക്സ്പോർട്ടർ പ്രഭാകർ പ്രഭു പറഞ്ഞ പോലെ അവിടെ 1000 പേർക്ക് സദ്യ കൊടുത്താൽ ഇവിടെ 2000 പേർക്ക് സദ്യ കൊടുക്കും ഞാൻ. അപ്പോ XEV 6.8 സെക്കൻഡിൽ 100 എത്തുമെങ്കിൽ ഹാരിയർ 6.2 സെക്കൻഡിൽ 100 എത്തും. XEV റിയർ വീൽ ഡ്രൈവ് ആണെങ്കിൽ ഹാരിയർ റിയർ വീൽ ഡ്രൈവും ഓൾ വീൽ ഡ്രൈവും ആവും. XEVയുടെ സൗണ്ട് ഡിസൈൻ AR റഹ്മാൻ ആണ് ചെയ്തതെങ്കിൽ ഹാരിയറിന്റെ സൗണ്ട് ഡിസൈൻ കൽമി ചെയ്യും. നമ്മുടെ ബിഗ് ഡോഗിന്റെ കൽമിയില്ലേ, ആ കൽമി തന്നെ. സോ എല്ലാം കട്ടക്കി നിൽക്കുകയാണ്. വാശിപ്പുറത്താണ് പ്രസന്റ് ടാറ്റ. ഞാനിങ്ങനെ ഗസ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ടാറ്റ ശരിക്കും ഈ കാർ ഹാരിയർ EV ജാനുവരി 2025 ലോഞ്ച് ചെയ്യേണ്ട വണ്ടിയായിരുന്നു. എന്നാൽ അവർ 6 മാസം കഴിഞ്ഞാണ് അത് ലോഞ്ച് ചെയ്തത്. സോ എന്തൊക്കെയോ ഒരു റീവർക്കിംഗ് ഇതിനകത്ത് നടന്നു കാണണം എന്നാണ് എന്റെ ബലമായ സംശയം. ഇനി നമുക്ക് വണ്ടിയുടെ ഗുഡ് ബാഡ് അഗ്ലി നോക്കാം. ഒന്നാമത്തെ ഗുഡ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പെർഫോമൻസ് ആണ്. ഒരു രക്ഷയില്ലാത്ത ഫിഗേഴ്സ് ആണ് ഇപ്രാവശ്യം ടാറ്റ കൊണ്ടുവന്നേക്കണേ. കാരണം ഇത്രയും നാളും എനിക്ക് ഒരു ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ ഒരു ജെന്റിൽമെൻസ് അഗ്രിമെന്റ് ഉണ്ടായിരുന്നു. 200 BHPയുടെ താഴെയാണ് മിക്ക വണ്ടികളും വന്നേക്കുന്നത്. മഹീന്ദ്ര XEV ഇറക്കിയതോടുകൂടി അത് 285 ആയി. ഇപ്രാവശ്യം ടാറ്റ വാശിപ്പുറത്ത് 313 BHP ആണ് നമ്മുടെ ഹാരിയറിൽ കൊണ്ടുവന്നത്. അത് ഇതുവരെ കേൾക്കാത്തൊരു കാര്യം. കാരണം ഒരു 10 കൊല്ലം മുമ്പ് ആരെങ്കിലും ഒരു ടാറ്റ 400 BHPയുടെ 300 BHP ടാറ്റ വരുന്നു പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ചിരിച്ച് തള്ളിയേനെ. കാരണം നമുക്ക് ആർക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇന്നതൊരു യാഥാർത്ഥ്യമായി മാറി. നമ്മുടെ പഞ്ച് EV തന്നെ 120 BHP ഉള്ളൂ എങ്കിലും ഒരു ഫാസ്റ്റ് കാറാണ്. ആ സൈസിൽ ആ കാറ്റഗറിയിൽ ശരിക്കും അത്യാവശ്യം നല്ല പെർഫോമൻസ് ആയിരുന്നു കാർ അത്. സോ എന്തായിരിക്കും ഈ 350 BHP 313 BHP എന്ന് ആലോചിക്കാൻ തന്നെ വയ്യ. പിന്നെ കമ്പാരിസൺ ചെയ്യേണ്ടത് നമ്മൾ XEV ആയിട്ടല്ല. നിങ്ങളത് ആലോചിച്ച് നോക്ക്. കഴിഞ്ഞ മാസം ലോഞ്ച് ചെയ്ത ഗോൾഫ് GTI 54 ലക്ഷം രൂപയ്ക്ക് ലോഞ്ച് ചെയ്തത്. ഗോൾഫ് GTIയുടെ പവർ 285 BHP ആണ്. ഹാരിയർ EVയേക്കാളും പവർ കുറവാണ്. അതുപോലെ തന്നെ ഗോൾഫ് GTIയുടെ 0 to 100 ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5.9 സെക്കൻഡ് ആണ്. ഹാരിയർ EV 6.2 സെക്കൻഡ്സ്. ശരിയാണ്, ഒരു ഐസ് എഞ്ചിനെയും ഒരു EVയും കൂടെ കമ്പയർ ചെയ്യരുത്. EVക്ക് പവർ ജനറേറ്റ് ചെയ്യാൻ എളുപ്പമാണ് താരതമ്യേന. പക്ഷെ ഞാൻ പറഞ്ഞിരുന്നത് പ്രൈസ് പോയിന്റ് ആണ്. ഗോൾഫ് GTI ഓൺ റോഡ് വരുമ്പോഴത്തേക്ക് ഏകദേശം 60 ലക്ഷം രൂപ വരും. പക്ഷെ ഹാരിയർ EV അങ്ങനെയല്ല. അതിന്റെ പകുതി വിലയ്ക്ക് അതിന് സമാനമായിട്ടുള്ള പെർഫോമൻസ് നമുക്ക് കിട്ടും. രണ്ടാമത്തെ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ 500 Nm ടോർക്കാണ്. അത് ഫോർച്യൂണർ ടെറിട്ടറിയാ. അഗൈൻ ഫോർച്യൂണർ ലെജൻഡർ ആവുമ്പോൾ 55 ലക്ഷം രൂപ വരും. അതിന്റെ പകുതി വിലയ്ക്ക് അതിന് സമാനമായ ടോർക്ക് കിട്ടുകയും ചെയ്യും. ഫോർച്യൂണർ ആയിട്ട് കമ്പയർ ചെയ്യുന്ന പറഞ്ഞ് ചീത്ത വിളിക്കാൻ വരരുത്. എനിക്കറിയാം അത് ഡീസലാണ്, ഡീസൽ ടോർക്കാണ്, EV ആണ്, കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ പ്രൈസിംഗിന്റെ കാര്യത്തിലാണ് പറഞ്ഞത്. ടാറ്റ ശരിക്കും പെർഫോമൻസിനെ ജനകീയമാക്കി എന്നുള്ളത് റിയാലിറ്റിയാണ്. ടാറ്റ മാത്രമല്ല മഹീന്ദ്രയും കുറച്ചും കൂടെ ആക്സസിബിൾ ആണ്. പണ്ട് ഈ പറഞ്ഞ എക്സ്പെൻസീവ് കാറുകളിൽ കിട്ടുന്ന പെർഫോമൻസ് നമുക്ക് ഈ വണ്ടികളിൽ റിലേറ്റീവ്ലി അഫോർഡബിൾ ആയ പ്രൈസിന്, ഈ പറഞ്ഞ 30 ലക്ഷം അഫോർഡബിൾ എന്നല്ല ഞാൻ പറഞ്ഞത്, വലിയ വണ്ടികളുടെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നമുക്കിത് കുറച്ചും കൂടെ അഫോർഡബിൾ ആണ്. എഗൈൻ വൺ മോർ പോയിന്റ്, BMWന്റെ iX1 അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്ത മിനിയുടെ കൺട്രിമാൻ JCW എന്നൊരു മോഡൽ അവർ ലോഞ്ച് ചെയ്തു. 62 ലക്ഷം രൂപയ്ക്കാണ് അവർ ലോഞ്ച് ചെയ്തത്. 0 to 100 ടൈം എന്ന് പറഞ്ഞാൽ 8.6 സെക്കൻഡ് ആണ്. അതായത് നമ്മുടെ ഹാരിയറിനേക്കാൾ 2 സെക്കൻഡ് കൂടുതലാണ്. അത് അഗൈൻ ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്. സോ ഈ കാറൊക്കെ മേടിക്കുന്നതിനെ വിളിച്ച് പോലെ അവാർഡ് കൊടുക്കേണ്ടി വരും. ഇത്രയും 62 ലക്ഷം രൂപ 70 ലക്ഷം രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്ന, എന്നാൽ ഇതിനേക്കാളും പെർഫോമൻസ് കുറവായിട്ടുള്ള, ബാറ്ററി കപ്പാസിറ്റി കുറവായിട്ടുള്ള EV മേടിക്കുന്നവരെ അറിയാൻ പറഞ്ഞത്. ഇതിൽ അടുത്തൊരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബാറ്ററിയുടെ വാറണ്ടിയാണ്. അതായത് അവർ പറഞ്ഞത് ലൈഫ് ടൈം വാറണ്ടി കിട്ടുന്നതാണ് ടാറ്റ ക്ലെയിം ചെയ്യുന്നത്. ചെയ്താൽ നല്ല കാര്യം, വളരെ നല്ല കാര്യം. ഒരു പീസ് ഓഫ് മൈൻഡ് വളരെ ഉപകാരപ്പെടുന്ന കാര്യമാണത്. രണ്ടാമത് സെക്കൻഡ് ഓണറിന് 10 years അല്ലെങ്കിൽ 2 lakh kilometers അവർ പറഞ്ഞു. അഗൈൻ ദാറ്റ് സ്റ്റിൽ ഗുഡ്. ഇതിൽ ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ ടാറ്റ ഒരു കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ചറപറാന്ന് ഫീച്ചേഴ്സ് ഇട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മഹീന്ദ്രയ്ക്ക് ഈ കാര്യം നേരത്തെ മനസ്സിലായി തോന്നുന്നു ഇത്രയും ഫീച്ചേഴ്സ് വരുന്നുള്ളത്. കാരണം ഈ ടാറ്റ
ഹാരിയർ ലോഞ്ച് ചെയ്യുന്നതിന് 3 ദിവസം മുമ്പ് അവര് സൈലന്റ് ആയിട്ട് താർ റോക്സിൽ ഡോൾബി ആറ്റ്മോസ് ആഡ് ചെയ്തു പറഞ്ഞിട്ട് ചെറിയൊരു ആഡ് റൺ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിലെ ഫീച്ചേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ഫീച്ചേഴ്സിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം നിങ്ങൾ തന്നെ പ്രസന്റേഷൻ മിക്കവരും എല്ലാവരും കണ്ടു കാണണം. കുറെ നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പൊ NFC കാർഡ് പോലെ, അതായത് ഇപ്പൊ നിങ്ങൾ അമ്പലത്തിൽ പള്ളി പോവുകയാണെങ്കിൽ ഫോൺ എടുക്കേണ്ട ആവശ്യമില്ല. ഈ കാർഡ് വെച്ചിട്ട് നമുക്ക് കാറിനെ അൺലോക്ക് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഫോണിനെ ഇപ്പൊ നമ്മളിപ്പോ ചില ആൾക്കാർക്ക് ആ പ്രസന്റേഷനിൽ പറഞ്ഞ കാര്യമുണ്ട്, നമ്മൾ അറിയാണ്ട് കീ എങ്ങാനും കൊണ്ട് പോയി ഇപ്പൊ വീട്ടിൽ കാർ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കീ ഇല്ലെങ്കിൽ പറ്റില്ല. പക്ഷേ സ്മാർട്ട് ഫോണിനെ കീ ആയിട്ട് എനേബിൾ ചെയ്യാം. 7 സ്മാർട്ട് ഫോൺ വരെ കണ്ട് അതിലേക്ക് പെയർ ചെയ്യാം, വണ്ടിയെ മൂവ് ചെയ്യാനായിട്ട്, പുറത്തേക്ക് ഇറക്കാനും പാർക്ക് ചെയ്യാനും ടൈറ്റ് സ്പോട്ടിൽ ചെയ്യാനായിട്ട്. അതൊക്കെ ശരിക്കും നേരത്തെ ഹൈ എൻഡ് BMW 7 സീരീസിലേക്ക് ഉണ്ടായ ഫീച്ചറാണ്. ഇപ്പൊ അത് ട്രിക്കിൾ ഡൗൺ ചെയ്ത് നമ്മുടെ അഫോർഡബിൾ കാറുകളിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടമായത് ആ ഡ്രൈവ് പേ എന്ന് പറഞ്ഞ ഫീച്ചറാണ്. അതായത് നമ്മുടെ കാറിൽ നിന്ന് തന്നെ നമുക്ക് EV ചാർജിങ്ങിന് പേയ്മെന്റ് കൊടുക്കാൻ പറ്റും UPI വഴി. ഇത് വലിയ ഉപകാരം, കാരണം അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ ഒരു 50 ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ആ 50 ആപ്പിൽ 50 വാലറ്റ് ഉണ്ടാവും. ആകെ കൺഫ്യൂഷനാണ്, ബുദ്ധിമുട്ടാണ്. ഇത് കാറിലേക്ക് തന്നെ പൈസ ലോഡ് ചെയ്താൽ മതി, കാർ തന്നെ ചാർജിങ് കഴിഞ്ഞാൽ പേ ചെയ്തോളും. അത് ശരിക്കും എല്ലാ മാനുഫാക്ചറേഴ്സും ഇൻകോർപ്പറേറ്റ് ഫീച്ചറാണെന്ന് എനിക്ക് തോന്നി. പിന്നെ കുറെ പേർക്ക് സംശയമുണ്ട്, ഇത് ശരിക്കും ഡിറൈവ്ഡ് EV ആണോ അതോ പ്യുവർ EV ആണോ? കാരണം കുറെ കൺഫ്യൂഷൻ, ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നത് കണ്ടു, ഇത് സഫാരിയുടെ അല്ലെങ്കിൽ ഹാരിയറിന്റെ ബോഡിയിൽ ബാറ്ററി കയറ്റി ഇറക്കിയ വണ്ടിയത്. അങ്ങനെയല്ല, ഇത് പ്യുവർ EV ആണെന്നാണ് അവർ പറയുന്നത്. ടെക്നിക്കലി പ്യുവർ EV എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ നമ്മുടെ 5GBയിലുള്ള ആ ആക്റ്റീവ് പ്ലാറ്റ്ഫോമിന്റെ ഒരു എക്സ്റ്റൻഡ് വേർഷനാണ് ഹാരിയറിലുള്ളത്. നമ്മുടെ ഓർമ്മയുണ്ടെങ്കിൽ നമ്മുടെ 5 വീഡിയോ നമ്മൾ ഈ കാര്യം പറഞ്ഞിരുന്നു, ഹാരിയർ ഇതിന്റെ ഒരു എക്സ്റ്റൻഡ് വേർഷനിലേക്ക് വരിക എന്നുള്ളത്. സോ അത് തന്നെ അവർ ചെയ്തത്. സഫാരിയുടെയും ഹാരിയറിന്റെ പ്ലാറ്റ്ഫോം D8 എന്ന് പറഞ്ഞ ലാൻഡ് റോവറിന്റെ പ്ലാറ്റ്ഫോമാണ്. അതിന് ചെറിയൊരു ഹമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനകത്ത് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. D8 ഇൻഫാക്ട് ഒരു പുതിയ പ്ലാറ്റ്ഫോം അല്ല, അത് നമ്മുടെ ഫോർഡിന്റെ 2006 ഒരു EUCD എന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, അതിന്റെ ഒരു മോഡിഫൈഡ് വേർഷനാണ് D8. സോ ആ പഴയ പ്ലാറ്റ്ഫോം എന്തായാലും ഒരു യൂസ് ചെയ്തില്ല, കംപ്ലീറ്റ്ലി ന്യൂ പ്ലാറ്റ്ഫോം ആണ്. പക്ഷേ ഹാരിയറിന്റെ ആ ടോപ്പ് ഹാറ്റ് ഉണ്ടല്ലോ, ആ ബോഡി എടുത്ത് ഇതിൽ മൗണ്ട് ചെയ്തു. സോ ലുക്ക് വൈസ് ഹാരിയറിന്റെ ആ ഒരു ഭംഗിയും കിട്ടി, എന്നാൽ ഒരു മോഡേൺ പ്ലാറ്റ്ഫോമിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടുകയും ചെയ്തു. ഡിറൈവ്ഡ് EV അല്ല, എന്നാൽ പ്യുവർ EV അല്ല. പിന്നെ എനിക്ക് നല്ലൊരു ഫീച്ചർ ആയിട്ട് തോന്നിയത് നമ്മുടെ ഇൻബിൽഡ് ഡാഷ് ക്യാം ആണ്. നമ്മുടെ റിയർ വ്യൂ മിററിൽ മൗണ്ട് ചെയ്തിട്ടുള്ള ആ ഒരു കമ്പനിയിൽ തന്നെ വരുന്ന ഡാഷ് ക്യാം, അത് ശരിക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഫുൾ ഓപ്ഷൻ ആയ എംപവേർഡിലെ ആ ഒരു ഫീച്ചർ വരുന്നുള്ളൂ. 540 ഡിഗ്രി ക്യാമറ, അതായത് നമ്മുടെ താഴത്ത് ഗ്രൗണ്ട് വ്യൂ കൂടെ കിട്ടുന്ന സാധനം, നമ്മുടെ മെർസിഡീസിന്റെ EQയിലേക്കുള്ള ആ ഫീച്ചറാണ് ഇപ്പോൾ ടാറ്റ ഹാരിയറിലുള്ളത്. ഇനി ബാഡിലേക്ക് വരാം, അത് കുറച്ച് പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം ലാക്ക് ഓഫ് ക്ലാരിറ്റിയാണ്. ഒരു കാര്യം പറഞ്ഞാൽ വ്യക്തമായിട്ട് പറഞ്ഞോളൂ, ഈ ഉരുണ്ട് കളിക്കുന്ന എന്തിനാ? ഇവരെ പ്രസന്റേഷൻ എടുത്ത് നോക്കിയപ്പോൾ തന്നെ ഫ്രണ്ട് ഇൻഡക്ഷൻ മോട്ടറിന്റെ പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 158 PS ആണ്. റിയർ മോട്ടറിന്റെ ഔട്ട്പുട്ട് 238 PS. അപ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർ കൺഫ്യൂസ്ഡ് ആവും. അതിൽ ആൾക്കാർ എന്താ ചെയ്യുക, രണ്ടും കൂടെ കൂട്ടി നോക്കും. അപ്പൊ കൂട്ടുമ്പോൾ അയ്യോ 396 bhp പവറോ? പക്ഷെ ഇങ്ങനെയല്ല ഇലക്ട്രിക് കാറുകളുടെ പവർ കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഇത് അവർ ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി വേണം ചെട്ട് സ്പ്ലിറ്റ് ചെയ്തേക്കുന്നതാണ്. ശരിക്കുള്ള പവർ കമ്പ്യൂട്ട് ചെയ്യുന്നത് രണ്ട് മോട്ടറിന്റെ പവർ കർവ് മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ ഒരു പവർ ജനറേറ്റ് ചെയ്യും. അതാണ് അതിന് ശരിക്കുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതിന്റെ ഔട്ട്പുട്ട് ഏകദേശം ഒരു 315 bhp തൊട്ട് 320 bhp വരെ ആയിരിക്കും റീസണബിളി നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുക. അല്ലാതെ 400 bhp ഔട്ട്പുട്ട് ഒന്നും കിട്ടില്ല. കാരണം അത് പവർ ജനറേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടല്ല, അതിന്റെ ആ മോട്ടറിന്റെയും അതിന്റെ ഡിസൈനിന്റെയും ലിമിറ്റേഷൻ കൊണ്ടാണ്. പക്ഷെ എന്നാൽ ഇവർക്ക് പറഞ്ഞാൽ പോരെ, 320 bhp എന്ന് പറഞ്ഞാൽ ചെറിയ ഫിഗർ അല്ല, നല്ല ഫിഗർ ആണ്. അതിന് പറയും ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ആംബിഗ്വിറ്റി ഉള്ള അല്ലെങ്കിൽ വ്യക്തത ഇല്ലാത്ത കാര്യമാണ് ഇതിന്റെ റേഞ്ച്. അതിന്റെ എഴുതിയ പേപ്പറിന്റെ വാല്യൂ പോലില്ലാത്ത MIDC റേഞ്ച് പറയുന്നത് 627 കിലോമീറ്റർ ആണ്. പോട്ടെ, അതിനിപ്പോ ഭംഗിക്ക് വേണ്ടി പറഞ്ഞു നോക്കി, ARI സർട്ടിഫൈ ചെയ്ത കാര്യമാണല്ലോ. അത് കഴിഞ്ഞ് ഇവർ പറയുന്ന റേഞ്ച് നമ്മുടെ 75 കിലോവാട്ട് റെയർ വീൽ ഡ്രൈവ് വണ്ടിക്ക് അവർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന എന്തായിരുന്നു ഇതിന്റെ പേര്, C75 റേഞ്ച്, അതായത് ടാറ്റയുടെ ഓൺ കാൽക്കുലേഷൻ. അതെന്ത് പരിപാടി ആശാനെ? ഈ C75 എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് ടാറ്റയുടെ 75% കസ്റ്റമേഴ്സിന്റെയും റിവ്യൂവിന്റെ ബേസിസിൽ അവര് ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു റേഞ്ച് എന്നാണ് പറയുന്നത്. എന്തിനാ ഇങ്ങനെ വളഞ്ഞു മൂക്ക് പിടിക്കണേ? സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് WLTP എന്നൊരു സാധനം ഉണ്ടല്ലോ. എന്താണ് കാറിന്റെ WLTP റേഞ്ച്? അതങ്ങ് പറഞ്ഞാൽ പോരെ. എന്തിനാ ഈ C75 C85 എന്നൊക്കെ പറഞ്ഞ ഒരു കണക്കും കൊണ്ടുവരുന്നത്? അതിലൊരു പറയുന്ന റേഞ്ച് 480 തൊട്ട് 505 കിലോമീറ്റർ വരെ കിട്ടുന്നതാണ്. പക്ഷെ അവിടെ ഒരു ക്യാച്ച് ഉണ്ട്, അത് റിയർ വീൽ ഡ്രൈവിന്റെ കാര്യം പറഞ്ഞത്. ഈ ബാക്കി എല്ലാ പ്രസന്റേഷനിലും ക്വാഡ് വീൽ ഡ്രൈവിന്റെ പെർഫോമൻസും ക്വാഡ് വീൽ ഡ്രൈവിന്റെ എഫിഷ്യൻസിയും ക്വാഡ് വീൽ ഡ്രൈവിന്റെ ടോർക്കൊക്കെ പറഞ്ഞിട്ട് റേഞ്ച് പറയുമ്പോൾ മാത്രം ഈ റിയർ വീൽ ഡ്രൈവിന്റെ റേഞ്ച് പറയരുത്. ഉറപ്പായിട്ടും ക്വാഡ് വീൽ ഡ്രൈവ് കൂടുതൽ എനർജി കൺസ്യൂം ചെയ്യും. ഒരിക്കലും അതിന് 480 കിലോമീറ്റർ കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല. അവർ പറഞ്ഞേക്കുന്നത് റിയർ വീൽ ഡ്രൈവിന്റെ റേഞ്ച് ആണ്. റിയലിസ്റ്റിക്കലി എനിക്ക് തോന്നുന്നു ക്വാഡ് വീൽ ഡ്രൈവിന് ഒരു 420 തൊട്ട് 440 കിലോമീറ്റർ റേഞ്ച് വരെ കിട്ടാനാണ് സാധ്യത. അതിൽ കുറയാനും സാധ്യതയുണ്ട്. പക്ഷെ അത് ഡിസ്ക്ലോസ് ചെയ്യാന്നുള്ള ടാറ്റയുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അതല്ലേ മാന്യത. അല്ലാണ്ട് ഈ വളഞ്ഞു മൂക്കുടിക്കുന്ന പരിപാടി ബോറല്ലേ? ടാറ്റയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കില്ല. WLTP എന്നൊരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഇറക്കുമ്പോൾ എന്തിനേയും വളഞ്ഞു മൂക്ക് പിടിക്കണത്? നമ്മുടെ ഉത്തമൻ ചോദിച്ച എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ട് പറഞ്ഞാൽ എന്താ, ഈ പ്രതിക്രിയാവാദകവും കൊളോണിയലിസം എന്നൊക്കെ പറഞ്ഞ് വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിനാ. ഞാൻ കുറ്റം കണ്ടുപിടിക്കാന്ന് വിചാരിക്കരുത്. ഒരു ടാറ്റ ഓണർ എന്ന രീതിയിൽ എന്റെ കൺസേൺസ് ഞാൻ പറഞ്ഞതാണ്. ഈ ലാസ്റ്റ് പോയിന്റ് അഗ്ലി പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കമന്റ് സെക്ഷനിൽ ഏറ്റവും കൂടുതൽ കമന്റ്സ് വന്നേക്കുന്നത് അതിനെ കുറിച്ച് തന്നെയാണ്. ടാറ്റയുടെ സർവീസ് ഒരു മാറ്റമില്ല. ടാറ്റ സർവീസ് സെന്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ചന്ത തന്നെയാണ്. സർവീസ് മോശമാണ് എന്നല്ല ഞാൻ പറഞ്ഞ അർത്ഥം. നമുക്ക് ഇവരെ അങ്ങനെ മോശം അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മൾ EV കൊണ്ട് സർവീസ് ചെയ്യാൻ പോകുമ്പോൾ എല്ലാ വണ്ടികളുടെ ഇടയിൽ, ടാക്സി കാറുകളുടെ ഇടയിലും ഈ പറഞ്ഞ SUVകളുടെ ഇടയിലൊക്കെ ഇട്ടിട്ടാണ് ഈ സർവീസ് ചെയ്യണത്. നമുക്ക് സർവീസ് സെന്ററിൽ പോകുമ്പോൾ തന്നെ മനസ്സിലാവും ഈ പാവങ്ങൾ, അതായത് ഈ സർവീസ് അഡ്വൈസർ
ഓഫീസർമാർ ശരിക്കും ഓവർ വർക്ക്ഡ് ആണ്. അവർക്ക് ഉള്ളതിനേക്കാളും കൂടുതൽ ജോലി അവർ ചെയ്യുന്നുണ്ട്. ഇത്രയും വലിയൊരു കമ്പനിയല്ലേ ഇവര് EVക്ക് വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സർവീസ് സെന്റർ കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചു. ഇത്ര നാളായിട്ട് അവർ തുടങ്ങിയിട്ടില്ല എന്നുള്ളത് ശരിക്കും കഷ്ടമാണ്. സെയിൽസ് ഔട്ട്ലെറ്റ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, സർവീസ് സെന്റേഴ്സും ഉണ്ടാക്കണം. രണ്ടാമത്തെ കാര്യം ടാറ്റയുടെ വാറണ്ടി ക്ലെയിം തന്നെയാണ്. ടാറ്റ ഇപ്പോൾ ഹാരിയറിലൂടെ ആക്റ്റീവായിട്ട് ഓഫ് റോഡിങ്ങിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. അവരുടെ പ്രസന്റേഷനിലും 50 ഡിഗ്രി ഗ്രേഡിയന്റ് കയറി പോകും, ഇപ്പോൾ ബൂസ്റ്റ് മോഡ് ഉണ്ട്, നിങ്ങൾ ഓഫ് റോഡ് ചെയ്തു എവിടെ വേണമെങ്കിൽ പൊക്കോന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ആലോചിച്ച അതേ കാര്യം തന്നെയാണ് എന്റെ കൺസേൺ. ഈ ഓഫ് റോഡിങ്ങിന് പോയിട്ട് എന്തെങ്കിലും ഒരു ബാറ്ററി ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാൽ, എന്തെങ്കിലും ഫിസിക്കൽ ഡാമേജ്, കല്ലടിച്ച് കൊള്ളുക, എവിടെയെങ്കിലും തങ്ങിയിരിക്കുക, ബാറ്ററിക്ക് എന്തെങ്കിലും ഫിസിക്കൽ ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാൽ ടാറ്റ ആ വാറണ്ടി ഓണർ ചെയ്യോ എന്നുള്ള ഒരു $1 മില്യൺ ക്വസ്റ്റ്യൻ നമ്മുടെ മുമ്പിലുണ്ട്. അതിനെക്കുറിച്ച് ടാറ്റയുടെ ആൾക്കാർ ആരും ഒന്നും മിണ്ടിയിട്ടുമില്ല. ടാറ്റയുടെ ബാറ്ററി അവർ യൂസ് ചെയ്യുന്ന ഒക്ടിലിയൻ എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ്. ഒക്ടിലിയൻ പവർ സിസ്റ്റംസ് എന്ന് പറഞ്ഞ US കമ്പനി. പക്ഷെ അവർക്ക് ഇന്ത്യയിൽ ഫാക്ടറി ഉണ്ട്. സോ അതിലവർ പറയുന്നുണ്ട് ഈ 1.5C ചാർജിങ് സ്പീഡ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നല്ല ബാറ്ററിയാണ് ശരിക്കും പറഞ്ഞാൽ. ഈ 1.5C ചാർജിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, 1C ചാർജിംഗ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിൽ അത് ഫുൾ ചാർജ് ആവും. 1.5C ചാർജിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 മിനിറ്റിൽ ഫുൾ ചാർജ് ആവും. സോ ഫാസ്റ്റ് ചാർജിംഗ് ഉള്ള നല്ല ബാറ്ററി തന്നെയാണ്. പക്ഷേ ഈ ബാറ്ററിക്ക് ഓഫ് റോഡിങ്ങിന് പോയിട്ട് എന്തെങ്കിലും പണി കിട്ടിക്കഴിഞ്ഞാൽ അത് വാറണ്ടി ക്ലെയിമിൽ പെടുത്താൻ പറ്റുമോ, അല്ല വാറണ്ടി ക്ലെയിമിൽ പെടുത്താൻ പറ്റില്ലെങ്കിൽ ഓണർ കയ്യിൽ നിന്ന് പൈസ ഇട്ട് ബാറ്ററി റീപ്ലേസ് ചെയ്യേണ്ടി വരുമോ എന്നുള്ള ഒരു വലിയ ക്വസ്റ്റിന് ടാറ്റ ആൻസർ തന്നിട്ടില്ല. അതിന് എല്ലാ ഹാരിയർ മേടിക്കുന്നവരുടെയും ഒരു അകത്ത് കിടക്കുന്ന ചെറിയൊരു കൺസേൺ അതായിരിക്കും. കാരണം എന്തായാലും ഇത്രയും കേപ്പബിലിറ്റി ഉള്ള വണ്ടി നമ്മളാണെങ്കിലും ഒരു കൗതുകത്തിനാണെങ്കിലും ഓഫ് റോഡ് കൊണ്ടുപോയി നോക്കുമല്ലോ, ഹാർഡ് കോർ ഓഫ് റോഡിംഗ് അല്ലെങ്കിൽ സോഫ്റ്റ് റോഡിങ്ങിനും. സോ അത് ഒരു കസ്റ്റമറിന്റെ കോൺഫിഡൻസിന് ആവശ്യമുള്ള ഉത്തരമാണ്. ടാറ്റ അത് ക്ലിയർ ചെയ്യുന്ന നമുക്ക് വിചാരിക്കാം. മൂന്നാമത്തെ കാര്യം ഇതിന്റെ പ്രൈസ് തന്നെയാണ്. എന്തായാലും ഓൾ വീൽ ഡ്രൈവ് എനിക്ക് തോന്നുന്നു 30 lakhs മുകളിലേക്ക് പ്രൈസ് പോകാൻ ചാൻസ് ഉണ്ട് ഓൺ റോഡ് പ്രൈസ് വരുമ്പോൾ. സോ അതൊരു ട്രിക്കി ഏരിയ ആണ്. നമ്മൾ എന്തൊക്കെ ഗോൾഫിന്റെയും ഫോർച്യൂണറിന്റെയും കമ്പാരിസൺ ഒക്കെ പറഞ്ഞാൽ തന്നെയും EV സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു 15 lakh to 20 lakh പ്രൈസ് പോയിന്റ് ആണ്. കാരണം അതിലപ്പോൾ ഡിപ്രീസിയേഷൻ കാര്യമായിട്ട് വരില്ല, റീസെൽ വാല്യൂ ഡീസന്റ് ആയിട്ട് ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ ഈ 20 lakh മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ആ വണ്ടിയിൽ ഡിപ്രീഷിയേറ്റ് ചെയ്യുന്ന പറയാൻ പറ്റില്ല. കാരണം നമ്മളെല്ലാവരും എഫക്റ്റീവ്ലി ഇപ്പോഴും ഫസ്റ്റ് ജനറേഷൻ EV ഓണേഴ്സ് തന്നെയാണ്. ആൻഡ് ഇന്റർനാഷണൽ ട്രെൻഡ് എടുത്ത് നോക്കുമ്പോൾ EVs വളരെ മോശമായിട്ടാണ് ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നത്. സോ ആ ട്രെൻഡ് ഇവിടെയും തുടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ നിങ്ങളുടെ ബിസിനസിന്റെ പേരിലല്ല കാർ മേടിക്കുന്നതെങ്കിൽ എന്തായാലും ഒരു നല്ല ഡിപ്രീസിയേഷൻ വരും എന്ന് തന്നെ മനസ്സ് വിചാരിച്ചോളൂ. അതിന് മെന്റലി പ്രിപ്പയർഡ് ആവുക. ഇനി ബിസിനസിന്റെ പേരിലാണ് മേടിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡിപ്രീസിയേഷൻ എങ്കിലും ക്ലെയിം ചെയ്യാൻ പറ്റും. സോ അത് ഒരു കൺസേൺ ആണ്. ആൻഡ് ലാസ്റ്റ്, നമ്മുടെ ഇപ്പോഴത്തെ കറന്റ്ലി ഇപ്പോൾ EV മാർക്കറ്റിൽ നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ റെയർ എർത്ത് പ്രോബ്ലം. നമ്മുടെ പെർമനന്റ് മാഗ്നറ്റിന്റെ എക്സ്പോർട്ട് ചൈന നിർത്തി വെച്ചേക്കാണ്. ഇനി അത് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്യണം. ലൈസൻസ് അപ്ലൈ ചെയ്താൽ തന്നെ ഡിഫൻസ് യൂസിന് വേണ്ടി അല്ല എന്ന് നമ്മൾ സത്യവാങ്മൂലം എഴുതി കൊടുക്കണം. വേറൊരു തേർഡ് പാർട്ടിയെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ക്ലോസ് വെച്ചിട്ടുണ്ട്. കാരണം ഈ റെയർ എർത്തിന്റെ കാര്യത്തിൽ ചൈനയ്ക്ക് അബ്സല്യൂട്ട് മോണോപ്പൊളിയാണ്. 60% റിസർവ് അവരുടെ കയ്യിലാണ്, 90% ഇതിന്റെ പ്രോസസിംഗും അവരുടെ മോണോപ്പൊളിയാണ്. ഈ റെയർ എർത്ത് എന്ന് പറഞ്ഞാൽ പൊതുവെ ആൾക്കാർക്ക് ചെറിയ തെറ്റിദ്ധാരണയുണ്ട്, അത് റെയർ ആണെന്നുള്ളത്. റെയർ എന്നല്ല അർത്ഥം, ഇത് അബണ്ടന്റ്ലി അവൈലബിൾ ആണ്. പക്ഷെ ഇതിനെ സെപ്പറേറ്റ് എടുക്കുക എന്നുള്ളത് കുറച്ച് പണിയുള്ള കാര്യമാണ്. അതിന്റെ മോണോപ്പൊളിയാണ് ഇപ്പൊ ചൈനയ്ക്കുള്ളത്. അതുപോലെ ഈ പെർമനന്റ് മാഗ്നറ്റ് എന്ന് പറയുന്ന സാധനം കാറിന്റെ ഒട്ടുമിക്ക ഫംഗ്ഷൻസിന് ആവശ്യമുള്ള സാധനമാണ്. ട്രാൻസ്മിഷൻ ആവശ്യമുണ്ട്, ഓൾട്ടർനേറ്ററിൽ ആവശ്യമുണ്ട്, ത്രോട്ടിൽ ബോഡിയിൽ ആവശ്യമുണ്ട്, സ്പീക്കേഴ്സിൽ ആവശ്യമുണ്ട്, എല്ലാത്തിലും ഇത് ആവശ്യം വരും. കാറിൽ മാത്രമല്ല, ഈ പറഞ്ഞ പോലെ നമ്മുടെ വിൻമില്ലിൽ ആവശ്യമുണ്ട്, അതുപോലെ നമ്മുടെ ഫോണിന്റെ വൈബ്രേറ്ററില്ലേ അതിൽ വരെ ഇത് ആവശ്യമുള്ള സാധനമാണ് ഈ പെർമനന്റ് മാഗ്നറ്റ്. സോ അത് ഒരു ലൂമിംഗ് കൺസേൺ ആണ് ടാറ്റയ്ക്ക് മാത്രമല്ല എല്ലാ EV മാനുഫാക്ചറേഴ്സിനും. സോ ഇതായിരുന്നു നമ്മുടെ ടാറ്റ ഹാരിയർ EVയുടെ ഒരു ബേസിക് ഗുഡ് ബാഡ് അഗ്ലി അനാലിസിസ്. എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. എന്താണ് നിങ്ങൾക്ക് ഈ ലോഞ്ചിനെ പറ്റി തോന്നിയത്? ഓവറോൾ വളരെ കോമ്പറ്റന്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്, ശരിക്കും എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ആ ആഡ് കണ്ടപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ രോമാഞ്ചം വന്നു നമുക്ക്. എന്റെ അമ്മോ ഇങ്ങനെയൊക്കെ ആഡ് വരുമെന്നുള്ള പഴയ സഫാരി ആഡുകൾ, അത് നമ്മുടെ ഫഹദ് ഭായിയുടെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. സോ എക്സൈറ്റിംഗ് ആണ്. ഫീച്ചേഴ്സ് പറഞ്ഞപ്പോഴും ശരിക്കും ഒരു ഹൈ എൻഡ് കാറിന്റെ, ഇപ്പൊ 7 സീരീസിൽ ഉണ്ടായിരുന്ന നമ്മുടെ കാറിന്റെ ഫെച്ച് ഫീച്ചറും, അതുപോലെ തന്നെ മെർസിഡീസിലുള്ള നമ്മുടെ 540 ഡിഗ്രി ക്യാമറ വ്യൂവും, ഈ പറഞ്ഞ NFC കാർഡും, BYD-ലുള്ള NFC, അതുപോലെ അങ്ങനെ ഒരുപാട് പ്രീമിയം കാറുകളിലെ ഒരുപാട് പ്രീമിയം ഫീച്ചേഴ്സ് ടാറ്റ ഈ കാറിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഫോർ an EV ഇറ്റ് ഇസ് വാല്യൂ ഫോർ മണി, അതിൽ ഒരു സംശയവും വേണ്ട. 30 lakhs ഒരു 60 lakhs ഫീച്ചേഴ്സ് അവരിൽ കയറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ കൺസേൺസ് വാലിഡ് ആണ്. അതിന് ടാറ്റ ക്ലിയർ ആയിട്ടുള്ള ഉത്തരം തരുന്ന നമുക്ക് വിചാരിക്കാം. ലെറ്റ്സ് സീ ഇതെങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്. യു ഹാവ് എ ഗുഡ് ഡേ ആൻഡ് ഡ്രൈവ് സേഫ്.